എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു വെജിറ്റേറിയൻ ഊണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നോമ്പെടുക്കുന്നവർക്കും അതുപോലെ നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ്. അതിനായിട്ട് നമ്മളൊരു കുക്കറിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. അതിനുശേഷം ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം കുക്കർ മൂടി 3 വിസിലടിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് കറിക്ക് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സബോളയും ഒരു വലിയ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളക്, 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി ഇവ അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. 2-3 മിനിറ്റിനുള്ളിൽ ഈ തക്കാളി ഉടഞ്ഞ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള കിടിലൻ ഉരുളക്കിഴങ്ങ് കറി റെഡിയാകും. നിങ്ങൾക്ക് ഈ കറിക്ക് കൊഴുപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ കിടക്കുന്ന 2-3 പീസ് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. നല്ല തിക്ക് ഗ്രേവി കിട്ടും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് പരിപ്പ് മെഴുക്കുവരട്ടിയാണ്. 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. കഴുകിയെടുത്ത ഈ പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ പരിപ്പ് അരമണിക്കൂർ കുതിർത്തിട്ടാണ് വേവിക്കുന്നതെങ്കിൽ പരിപ്പിൻ്റെ നികക്ക വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. കുതിർക്കാതെയാണ് വേവിക്കുന്നതെങ്കിൽ പരിപ്പിനേക്കാൾ 1/2 ഇഞ്ച് മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വേവിക്കാം. ഈ സമയത്ത് ഈ മെഴുക്കുപുരട്ടിക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 10-12 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയുള്ളി 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 5-8 അല്ലി ഇവ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പരിപ്പ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പരിപ്പ് ചാറിന് വെക്കുന്ന പോലെ ഒരുപാട് വെന്ത് പോകരുത്. എന്നാൽ ഒരുപാടങ്ങ് വേകാതെ കടിച്ചിരിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി മുറിച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് മെഴുക്കുവരട്ടി റെഡിയാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പരിപ്പ് മെഴുക്കുവരട്ടി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. അതിനുശേഷം നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് മെഴുക്കുവരട്ടിയാണിത്. ഇനി നമ്മുടെ ലാസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് കോവയ്ക്ക തോരനാണ്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. എന്നാൽ ടേസ്റ്റിന് യാതൊരു കുറവുമില്ലാത്ത ഒരു തോരനാണ്. ആയുർവേദ വിധിപ്രകാരം വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു രീതിയാണിത്. 250 ഗ്രാം കോവയ്ക്ക അരിഞ്ഞതിലേക്ക് 10 ചെറിയുള്ളി അരിഞ്ഞതും 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് കൈവച്ച് തിരുമിയെടുക്കണം. ഈ തിരുമിയെടുക്കുന്നതിലാണ് ഈ തോരൻ്റെ ടേസ്റ്റ് വർദ്ധിക്കുന്നത്.
അതിനുശേഷം നമുക്കിത് പാനിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഇട്ട് ഇത് വേവിക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. ചെറുതീയിലിട്ട് വേവിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. ജലാംശം കുറഞ്ഞ കോവയ്ക്ക ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അതുപോലെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ ഒരു തോരൻ റെഡിയാക്കാൻ ഏകദേശം ഒരു 5 മിനിറ്റ് മതിയാകും. സാധാരണ നമ്മൾ കോവയ്ക്കാത്തോരൻ വെക്കുന്നത് കടുക് താളിച്ചതിന് ശേഷം തേങ്ങയും ഉള്ളിയും മുളകും ജീരകവും ഒക്കെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്താണ് നമ്മൾ തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വെജിറ്റബിൾസിൻ്റെ ഗുണം ഒട്ടും നഷ്ടപ്പെടാതെ വളരെ ഹെൽത്തിയും രുചികരവുമായിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ നമ്മുടെ ഊണിന് വേണ്ടിയിട്ടുള്ള കറികൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതെൻ്റെ ഒരു ഉച്ചഭക്ഷണത്തിൻ്റെ മെത്തേഡാണ് കാണിക്കുന്നത്. ഇത് ഡയറ്റ് നോക്കുന്നവർക്കും വെയ്റ്റ് ലോസുകാർക്കും ഒക്കെ ഈ ഒരു കോംബോ എടുക്കാവുന്നതാണ്, അല്ലാത്തവർക്കും എടുക്കാം. നമുക്കൊരു ഹെൽത്തി വെയ്റ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ചോറ് കറികളേക്കാൾ കുറഞ്ഞ അളവിലായിരിക്കണം. നല്ല തവിടുള്ള കുത്തിരിച്ചോറ് എടുത്തിട്ടുണ്ട്. കൂടെ തയ്യാറാക്കിയ നോൺ വെജിൻ്റെ ടേസ്റ്റോട് കൂടിയ ഉരുളക്കിഴങ്ങ് കറി. അടുത്തത് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക തോരൻ. ഒപ്പം ചെറിയുള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ പരിപ്പ് മെഴുക്കുവരട്ടി. പിന്നെ നമ്മുടെ സ്വന്തം വേപ്പിലക്കട്ടി ചമ്മന്തിപ്പൊടിയും അതുപോലെ നമ്മുടെ വീട്ടിലെ സ്വന്തം മുളക് ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത് തയ്യാറാക്കിയ കൊണ്ടാട്ടം മുളകും വെച്ചിട്ടുണ്ട്. ഈ വേപ്പിലക്കട്ടി ചമ്മന്തിപ്പൊടിയുടെയും കൊണ്ടാട്ടം മുളകിൻ്റെയൊക്കെ റെസിപ്പി വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത തൈര് സലാഡ് കൂടിയുണ്ട്. ഇത് ഡെയിലിയുള്ള ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. തൈര് നല്ലൊരു പ്രോബയോട്ടിക് ഭക്ഷണമായതിനാൽ അതിൽ നമ്മുടെ ദഹനത്തിന് ഗുണകരമായിട്ടുള്ള നല്ല ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. ഈ ബാക്ടീരിയകൾ നമ്മുടെ കുടലിൻ്റെയും വയറിൻ്റെയും ഒക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വെജിറ്റേറിയൻ ഊണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ കോംബോ റെസിപ്പീസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.